നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ തമിഴ്നാട്ടിലെ സഖ്യ സമവാക്യങ്ങൾ മാറുകയാണ്. ടിവികെയുമായി ഒന്നിക്കാൻ അമ്മ മക്കൾ മുന്നേറ്റ ഘടകം ADMKയിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത ഇല്ലാതായതോടെയാണ് ടിവികെയുമായി സഹകരിക്കാനുള്ള നീക്കം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവവും അമ്മ മക്കൾ മുന്നേറ്റ ഘടകം നേതാവ് TTV ദിനകരനും നടൻ വിജയുടെ പാർട്ടിയുമായി ചർച്ചകൾ നടത്തി. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ, സഖ്യങ്ങൾ രൂപപ്പെടുകയാണല്ലേ? തീർച്ചയായും സുരേഷ്, പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നു. അത് TVK, അതായത് തമിഴക വെട്രി കഴകം എന്ന വിജയുടെ പാർട്ടിയുമായി ചുറ്റിപ്പറ്റി തന്നെ ഒരു രാഷ്ട്രീയ സഖ്യം രൂപീകരിക്കപ്പെടുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അമ്മ മക്കൾ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന ADMKയിൽ നിന്ന് വിട്ടുപോകുന്ന മറ്റൊരു സംഘടന, ആ സംഘടനയുടെ ഭാഗമായ TTV ദിനകരൻ ഉൾപ്പെടെയുള്ളവർ ഈ തമിഴ് വെട്രി കഴകത്തിൽ ലയിക്കുന്നതിനും അല്ലെങ്കിൽ അതുമായി സഹകരിക്കുന്നതിനും സഖ്യം ചേരുന്നതിനുമൊക്കെയുള്ള നീക്കങ്ങളുടെ ഭാഗമായി ചർച്ചകൾ തുടരുന്നതെന്ന് തമിഴ് വെട്രി കഴകത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ തന്നെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ADMKയിലേക്ക് തിരിച്ചെത്താനുള്ളൊരു സാധ്യത ഇല്ലാതായ ഒരു പശ്ചാത്തലത്തിൽ ഒ പനീർശെൽവം, പഴയ തമിഴ്നാട് മുഖ്യമന്ത്രി ഒ പനീർശെൽവം ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ TVKയുമായി സഹകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, ഒരു സൂചനയായി പുറത്തു വരുന്നത് DMKയുമായുള്ള സഖ്യം ഒരു പക്ഷേ കോൺഗ്രസ് അവസാനിപ്പിച്ച് ഈ TVKയുമായി സഖ്യം ചേരാനുള്ളൊരു നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളെല്ലാം ഇനിയും വരേണ്ടതുണ്ട്. കോൺഗ്രസിലെ ഒരു വിഭാഗം MP-മാർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇതിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമിഴ് വെട്രി കഴകം എന്ന വിജയുടെ പാർട്ടി കുറെ കൂടി സ്വാധീന ശക്തിയായി മാറുന്നു എന്നാണ്. ഈ സ്വാധീന ശക്തിയായി മാറുന്നതിന് പല ഘടകങ്ങളുണ്ട് എന്നതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതായത് ചില സാമുദായിക സ്വാധീനങ്ങൾ, തീരമേഖലകളിലെ സ്വാധീനങ്ങൾ, അത്തരത്തിലുള്ള ഒരു, പിന്നീട് നമുക്കറിയാവുന്നതാണ്, ഒരു വളരെ പ്രമുഖനായ ഒരു നടൻ കൂടിയാണ്. അത്തരത്തിലുള്ള സ്വാധീനം തമിഴ് സിനിമയും അതുപോലെ തന്നെ രാഷ്ട്രീയവും കെട്ടിക്കുഴഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ കെട്ടിപ്പിടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് തമിഴ്നാട്ടിലുള്ളത്. അത്തരത്തിൽ നമുക്കറിയാവുന്നതാണ്, വലിയ സിനിമാ മേഖലയിൽ നിന്നുള്ള ഉന്നതരെല്ലാം തന്നെ രാഷ്ട്രീയത്തിലെത്തുന്ന ഒരു സാഹചര്യം തമിഴ്നാട്ടിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. അത്തരത്തിലുള്ള താരാരാധനയും വീരാരാധനയും ഒക്കെ തമിഴ് രാഷ്ട്രീയത്തെയും സ്വാധീനിക്കാറുണ്ട്. അത്തരത്തിലൊരു നീക്കത്തിൻ്റെ കൂടി സാധ്യത കണക്കാക്കുമ്പോൾ തമിഴ് വെട്രി കഴകം എന്ന് പറയുന്ന, അല്ലെങ്കിൽ തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന ഈ വിജയുടെ പാർട്ടി വലിയ സ്വാധീനം ചെലുത്താനുള്ള, തമിഴക വെട്രി കഴകത്തിൻ്റെ സ്വാധീനശേഷി ഉറപ്പിക്കാനുള്ളൊരു നീക്കമായി നീങ്ങുമ്പോൾ സ്വാഭാവികമായും മറ്റു പാർട്ടികളും, അതായത് അമ്മ മക്കൾ മുന്നേറ്റ കഴകം ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിനോടൊപ്പം ചേരാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, വലിയൊരു ജനക്കൂട്ടം തീർച്ചയായും ഇത്തരത്തിലുള്ള TVKയുടെ പരിപാടികളിൽ എത്തുന്നു. TVKയ്ക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞാണ് പുതിയ സമവാക്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. ഐസൻ ജോസ്, ന്യൂസ് ഡെസ്ക്.